Good morning everyone. Today class is statistical mechanics. Statistical mechanics പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ ഇപ്പം എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സൽ മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞു 3 kinds ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിലാണ് അപ്ലൈ ചെയ്യുന്നത്? ക്ലാസിക്കൽ പാർട്ടിക്കിളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസ് പോലെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ എനർജി ആൻഡ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കറിയാം ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്താണ്? ഐഡൻറ്റിക്കലാണ്, ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് ഫംഗ്ഷൻസ് എന്ത് ചെയ്യില്ല? ഓവർലാപ്പ് ചെയ്യില്ല. അപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നമ്മൾ എന്ത് അസംഷനാണ് എടുത്തിട്ടുള്ളത്? ആ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിളിനും എല്ലാ എനർജി ലെവൽസും എന്ത് ചെയ്യാൻ എല്ലാ എനർജി ലെവൽസും ആക്സസ് ചെയ്യാൻ കഴിയും. അതെന്തായതുകൊണ്ടാണ്? ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മളെ പാർട്ടിക്കിൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ചില എനർജി ലെവൽസൊക്കെ എന്തായിരിക്കും? ഫോർബിഡൻ ആയിരിക്കും. സോ അങ്ങനത്തെ പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പാർട്ടിക്കിളെ എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനാസ് എന്ത് ചെയ്യാൻ കഴിയില്ല? മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ പോലെയുള്ള ഫിനോമിനാസ് ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല? മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. സോ അങ്ങനത്തെ ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്തത്. ഇനി ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 kinds ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ആദ്യം നമുക്ക് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ സയൻറ്റിസ്റ്റായിട്ടുള്ള എസ്.എൻ. ബോസാണ്. പിന്നീട് എന്ത് ചെയ്തു? ഐൻസ്റ്റീൻ ഇതിനെ ഡെവലപ്പ് ചെയ്തു. ബോസ് എന്താണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഫോട്ടോൺസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ബോസ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് ബോസോൺസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആക്കി മാറ്റി. അതുകൊണ്ടാണ് ഇതിന് എന്തെന്നുള്ള പേര് വരാൻ കാരണം, ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ബോസ് ഐൻസ്റ്റീൻ എന്നുള്ള പേര് വരാൻ കാരണം. ഇനി ബോസോൺസ് എന്താണ്? ഐഡൻറ്റിക്കലാണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. അതുകൊണ്ട് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. രണ്ട് ബോസോൺസ് ഇൻ്റർചേഞ്ച് ചെയ്താലും എന്തായിരിക്കും? ആ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷന് സിമെട്രിക് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു? 2 പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് പാർട്ടിക്കിളിന് എന്തെടുത്തു? 1 എന്നെടുത്തു. ആൻഡ് ദ സെക്കൻഡ് പാർട്ടിക്കിളിന് 2 എന്നെടുത്തു. അവിടെ അങ്ങനെ 2 സ്റ്റേറ്റ്സ് ആണുള്ളത്, എ ബി പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്സ്. ഈ പാർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ആദ്യം നമുക്ക് ഡിസ്റ്റിങ്വിഷബിൾ കേസ് നോക്കാം. ഇഫ് പാർട്ടിക്കിൾ ഈസ് ഡിസ്റ്റിങ്വിഷബിൾ, അവിടെ അങ്ങനെ 2 പോസിബിലിറ്റി ആണുള്ളത്. ഫസ്റ്റ് പോസിബിലിറ്റി എന്താണ്? ഒന്നാമത്തെ പാർട്ടിക്കിളിന് എ സ്റ്റേറ്റിലൊന്നും ഇരിക്കാം ആൻഡ് രണ്ടാമത്തെ പാർട്ടിക്കിളിന് ബി സ്റ്റേറ്റിലിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? രണ്ടാമത്തെ പാർട്ടിക്കിളിന് എ സ്റ്റേറ്റിലിരിക്കാം, ഒന്നാമത്തെ പാർട്ടിക്കിളിന് ബി സ്റ്റേറ്റിലിരിക്കാം. അപ്പോൾ അവിടെ അങ്ങനെ 2 വേവ് ഫംഗ്ഷനാണ് ഉണ്ടാവുക. ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ എന്താണ്? Psi 1 എന്ന് എടുക്കാം. Psi 1 is equal to Psi A of 1 into Psi B of 2. ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. ആൻഡ് ദ സെക്കൻഡ് പോസിബിലിറ്റിയുടെ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? Psi 2 is equal to Psi A of 2 Psi B of 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് പാർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷബിൾ ആകുന്ന കേസാണ്. ഇനി നമ്മളെ പാർട്ടിക്കിൾ എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കണമെന്ന് പറയാൻ കഴിയില്ല. സോ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഈ 2 വേവ് ഫംഗ്ഷനിൻ്റെയും കൂടി കോമ്പിനേഷനായിട്ട് എടുക്കണം. എന്താ പാർട്ടിക്കിൾ ബോസോൺസ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ വേവ് ഫംഗ്ഷന് സിമെട്രിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം, വേവ് ഫംഗ്ഷന് സിമെട്രിക് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? വേവ് ഫംഗ്ഷന് ഈ 2 Psi 1-ൻ്റെയും Psi 2-ൻ്റെയും കോമ്പിനേഷനാണെന്ന്. അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ എഴുതാം. എങ്ങനെ എഴുതാം? Psi B is equal to 1/√ into Psi A of 1 Psi B of 2 plus Psi A of 2 into Psi B of 1 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? പാർട്ടിക്കിൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ള 1ഉം 2ഉം എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്തു. ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? Psi B dash എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ Psi B dash is equal to എന്ത് എന്ന് വരും? 1/√2 into Psi A of 2 into Psi B of 1 plus Psi A of 1 into Psi B of 2 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? Psi B dash കിട്ടാൻ Psi Bയിൽ 1 ഉള്ളിടത്തൊക്കെ 2 കൊടുത്തു, 2 ഉള്ളിടത്തൊക്കെ 1 കൊടുത്തു. അപ്പോൾ നമുക്ക് Psi B dash കിട്ടി. ഇനി ഈ Psi Bയും Psi B dashും കൂടിയും കമ്പയർ ചെയ്താൽ എന്ത് നമുക്ക് മനസ്സിലായി? Psi B equal to Psi B dash ആണെന്ന് കിട്ടി.
അതായത് എന്താണ്, രണ്ട് ബോസോൺസ് എന്ത് ചെയ്തു, ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണല്ലോ psi b = psi b' എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ്, സിമ്മട്രിക് നാച്ചുറലാണ്. ഇനി ബോസോൺസിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്, നമ്മളൊരു ക്വാണ്ടം സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് ബോസോൺസിന് വേണമെങ്കിലും ഒക്യുപ്പൈ ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്കറിയാം ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ ഒക്യുപ്പൈ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു ക്വാണ്ടം സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര വേണമെങ്കിലും ബോസോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലോ നോക്കാം. ഒരു എപ്സിലോൺ പറഞ്ഞിട്ടുള്ള എനർജി ഉള്ള ഒരു സ്റ്റേറ്റ് എടുത്തു. അതിലൊരു ബോസോൺസ് ഉണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, എഫ് ഓഫ് എപ്സിലോൺ = 1/e⁴α e⁴ (kT-1) ആണ്. ഇതിൽ e⁴α എന്നുള്ളത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഈ ഒരു ഇക്വേഷനെയാണ് എന്ന് പറഞ്ഞത് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഡെറിവേഷൻസൊക്കെ അപ്പൻഡിക്സിലുണ്ട്, വേണമെങ്കിൽ എന്ത് ചെയ്യാം നോക്കാം. ഇനി നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോക്കാം. എപ്സിലോൺ പറഞ്ഞിട്ടുള്ള എനർജിക്കും എപ്സിലോൺ + d എപ്സിലോൺ പറഞ്ഞിട്ടുള്ള എനർജിക്കും ഇടയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് നോക്കാം. അതിനുള്ള ഇക്വേഷൻ എന്താണ്, n of epsilon d epsilon = g of epsilon f of epsilon d epsilon ആണ്. ഇതന്നെയാണ് ജനറൽ ഇക്വേഷൻ. നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാനെടുത്തത്. അപ്പോൾ ഇതിന്ന് എന്ത് ചെയ്യുക, എഫ് ഓഫ് എപ്സിലോൺ അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് n of epsilon d epsilon എങ്ങനെ എഴുതാം, g of epsilon d epsilon e⁴ എന്ന് കിട്ടും. ഇതിനെയാണ് എന്ന് പറഞ്ഞത് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എപ്സിലോൺ = 1/e⁴ ആണ്. ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്താണ്, n of epsilon d epsilon = g of epsilon d epsilon e⁴ ആണ്. ഇത് e⁴ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. സോ ഇത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനെ ഒന്ന് എടുത്തിട്ടുള്ളൂ. ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്താണെന്നും പറഞ്ഞു. സോ ലെറ്റ് us wind up the class. Thank you.